എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെള്ളരിക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക, നമ്മുടെ കണി വെള്ളരി, ഇത് പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. അതിനുശേഷം ഉള്ളിൽ നിന്ന് കുരുവൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഈ കിച്ചടി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. വെള്ളരിക്ക വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വെള്ളരിക്ക വെന്തോ നോക്കാം. അതാ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളരിക്ക. പക്ഷേ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിക്കണം. അപ്പോൾ ഈ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തീ ഒന്ന് ഫുള്ളിലിട്ട് വെച്ചാൽ മതി, വെള്ളം വറ്റി കിട്ടും. ഇപ്പോൾ ഇതാ വെള്ളരിക്കയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കണ തേങ്ങ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഈ ചൂടിൽ തന്നെ നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്തോളും. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ തീ ഓണാക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. തൈര് നമുക്ക് പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി, അല്ലെങ്കിൽ 1 കപ്പ് വരയ്ക്കും ചേർക്കാം. അപ്പോൾ നമ്മൾ തൈര് മിക്സിയിൽ അടിക്കേണ്ട, ഇങ്ങനെ ഇതേപോലെ വിസ്ക് വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. മിക്സിയിൽ അടിച്ചാൽ ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ തൈര് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തിടുന്നത്. കുറച്ച് കടുക്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കുക. നമ്മുടെ കിച്ചടി റെഡിയായി. ഓണം സദ്യ സ്പെഷ്യൽ കിച്ചടിയാണിത്. ഈ കിച്ചടി വന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയിലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ കൈപ്പക്കയിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്കയിലും കൈപ്പക്കയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് രണ്ടും നമ്മൾ എണ്ണയിലൊന്ന് വറുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ. വേറെ വ്യത്യാസമൊന്നുമില്ല, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ് ചെയ്യുക. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.